അപ്രതീക്ഷിതമായ ചില ഗതാഗതക്കുരുക്കുകളിൽപ്പെട്ട് സ്വാമിക്ക് വരാൻ അല്പം വൈകിയതാണ്. അതുകൊണ്ട് ആമുഖങ്ങൾക്കൊന്നും തീരെ സമയമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാവും നന്നാവുമെന്ന് തോന്നുന്നു. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലനം, അതാണ് ഒരു ഗുരുവിൻ്റെ ലക്ഷണമായിട്ട് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയായിരുന്നു. ശ്രീനാരായണ ഗുരു പ്രത്യേകമായും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും പെട്ടെന്ന് ആ അറിവ് എന്ന പരമമായ സത്യത്തിലേക്കുള്ള ആ പ്രവേശനം അങ്ങ് എങ്ങനെയൊക്കെ കാണുന്നു, ഗുരുവിനും ഗുരുവിന് ശേഷവും ഇപ്പോഴും നാളെയും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. താങ്കൾക്ക് പ്രത്യേക നമസ്കാരം. ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാക്കാണ് പെട്ടെന്ന് വരുന്നത്. ദൈവം നമ്മുടെ മുമ്പിൽ എത്തുവാൻ എടുത്തണിയുന്ന ഉജ്ജ്വലമായ മുഖാവരണമാണ് ഗുരു. അപ്പോൾ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പക്ഷേ ദൈവത്തെ കാണിക്കുന്ന ആളാണ് ഗുരു. തൻ്റെ ആത്മതപസ്സുകൊണ്ട് ദൈവത്തെ കണ്ടെത്തി അത് നമ്മളിലേക്ക് പകർന്ന് നൽകുന്ന ആത്മചൈതന്യം. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഗുരുവാണ്. നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു കാര്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുത്വം ആവശ്യമാണ്. ഈ ഗുരുത്വം തന്നെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമിയുടെ ആധാരം എന്നതിനേക്കാൾ ഉപരിയായി പ്രപഞ്ചത്തിൻ്റെ ആധാരമാണ് ഗുരു. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമാണ് ഗുരു. അത് ഒരു ഗുരുവെന്നല്ല, അതൊരു സീരീസ് ഓഫ് പരമ്പര ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ മോസസ് ആയാലും ജീസസ് ആയാലും പ്രോഫറ്റ് മുഹമ്മദ് ആയാലും ശങ്കരാചാര്യരാണെങ്കിലും വർത്തമാന മഹാവീരന്മാരാണെങ്കിലും അതുപോലെ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഗുരുക്കന്മാരും ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ഓരോ കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിലേക്ക് വന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ എപ്പോഴും ഗുരുവിനെ കാണേണ്ടത്. പലപ്പോഴും ഗുരു എന്ന് പറയുന്ന അഭിധാനത്തെ പരിമിതപ്പെടുത്തി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.